ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതുവത്സരം കഴിഞ്ഞ് അതിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് 2015 രണ്ടാം ദിവസത്തിലേക്ക് നാം എല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. 1-ാം തീയതി സമാധാനവും സന്തോഷവും കിട്ടുമെന്ന് ഓർത്ത് നമ്മൾ 31-ാം തീയതി വൈകിട്ട് എല്ലാവരും അവരുടെ പള്ളികളിൽ ഭംഗിയായി ധ്യാനവും നമസ്കാരങ്ങളും പ്രാർത്ഥനകളും എല്ലാവരും ലോകമെമ്പാടും എല്ലാ ക്രൈസ്തവരും ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും എല്ലാം ഇടവിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ പ്രതിസന്ധികളുടെയും ഭാരങ്ങളുടെ നടുവിലാണ് മനുഷ്യൻ എന്ന് ഓർക്കുക. കഴിഞ്ഞ ആ പത്രത്തിൽ രാവിലെ 5 മണിക്ക് ഇതാ കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ, എൻ്റെ മകനും ആ കോളേജിൽ പഠിക്കുന്നുണ്ട്, TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന 6 വിദ്യാർത്ഥികൾ ആക്സിഡൻറ്റിൽപ്പെട്ടു. 3-ാം വർഷം 4-ാം വർഷമാകുമ്പോൾ അവർക്ക് നല്ലതുപോലെ പഠിക്കുന്ന 6 കുഞ്ഞുങ്ങൾ അവർ ആക്സിഡൻറ്റിൽപ്പെട്ട് ഇതാ ഇന്ന് അവരുടെ സംസ്കാരത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എവിടെ, ഏത് ഭവനത്തിൽ സമാധാനം, ഏത് ഭവനത്തിൽ ആശ്വാസം എന്ന് ഉള്ളതായ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവിടെയാണ് ഈ ധ്യാനത്തിന് പ്രസക്തിയുള്ളത്. ഇവിടെയാണ് ഈ പുണ്യവാന്റെ അനുഭവത്തിൽ കടന്നു വന്ന് ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഒരുക്കിയിരിക്കുന്നത്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഒരുക്കിയിരിക്കുന്ന ഒരു പുണ്യസ്ഥലം. ഇവിടെ കടന്നു വന്നത് നന്നായി എന്ന് പറയുവാനും കൂടുതൽ ധ്യാനത്തിൻ്റെ അനുഭവത്തിലായിത്തീർന്നുകൊണ്ട് സന്തോഷവും സമാധാനവും സ്വസ്ഥത അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് ഒരുക്കട്ടെ. ഈ പുതിയ വർഷം ദൈവം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനത്തിന് മുമ്പായി 34-ാമത്തെ സങ്കീർത്തനം നിങ്ങളുടെ മുമ്പാകെ ഒന്ന് വായിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ധ്യാനത്തിനാസ്പദമായിരിക്കുന്നതായ സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. വേദപുസ്തകമുള്ളവർ തുറന്ന് നോക്കുന്നത് ഉചിതമായിരിക്കും. 34-ാം സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവയെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ. യഹോവയുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവൻ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു.
അവൻ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നും ഒടിഞ്ഞു പോവുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ ഭയക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. ബാർക്കുമോ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടുന്തന്മാവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടുന്തൻ മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും. ഒരു നിമിഷവും കൂടെ നമ്മുടെ തലകളെ വണക്കാം. കർത്താവേ, നിന്റെ വചനം ഞങ്ങളെ കേൾപ്പിക്കണമേ. വെള്ളത്തിനായുള്ളതായ ദാഹമല്ല, അപ്പത്തിനായുള്ള വിശപ്പുമല്ല, പിന്നെയോ നിന്നെ കേൾക്കുവാനും നിന്നെ അറിയുവാനും നിന്നെ രുചിക്കുവാനും നിന്നെ മണക്കുവാനും നിന്നെ സ്പർശിക്കുവാനും ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ, ശക്തീകരിക്കണമേ. വേദനയോടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ വചനം ഞങ്ങൾക്ക് ആശ്വാസമാകണമേ. ഭാരത്തോടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾക്ക് ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. കർത്താവേ, ഇവിടെ ആയിരുന്നു കൊണ്ട് നിന്നെ സ്തുതിപ്പാനും ധ്യാനിപ്പാനും നിന്നിലേക്കായിത്തീരുവാനും ഞങ്ങളുടെ നോട്ടം മുഴുവനും നിന്നിലായിത്തീരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും വിചാരങ്ങളെയും നിന്നിൽ സമർപ്പിക്കപ്പെടുവാൻ സഹായിക്കണമേ. ഞങ്ങൾ തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നു. കടന്ന ജനത്തെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഈ ധ്യാനാത്മകമായ നിമിഷത്തിൽ ആമുഖമൊന്നും കൂടാതെ നമ്മൾ വായിച്ചതായ സങ്കീർത്തന ഭാഗത്തിൻ്റെ ഒരു വാക്യം നിങ്ങളും ഒത്തൊരുമിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടേണ്ടതായ വാക്യമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇതെല്ലാരോടുമായിട്ടാണ് പറയുന്നത്. ലോകത്തുള്ള ജനത്തോടാണ് പറയുന്നത്. അത് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ മറ്റു മതവിഭാഗങ്ങളെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഇവിടെ ദാവീദിന്റെ സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും ദൈവം അരുളി ചെയ്ത വചനമാണ് നമ്മൾ ഇവിടെ കേട്ടത്. ഹൃദയം, എല്ലാവർക്കും ഹൃദയമുണ്ട്. എല്ലാവരുടെയും ഹൃദയം ഒന്നാണ്. ചിന്തകൾ വ്യത്യസ്തമെങ്കിലും ഹൃദയം ഒന്നാണ്. ഹൃദയം തകർന്നതും തകർന്ന ഒരു അനുഭവത്തിലായിരിക്കുന്നതും ഒന്ന് തന്നെയാണ്. മരണം ഒന്ന് തന്നെ, ഒരുപോലെ മനുഷ്യനെ ബാധിക്കുന്നത് പോലെ ഹൃദയത്തിന്റെ തകർച്ച മനുഷ്യനെ ബാധിക്കുന്നു. അതുകൊണ്ട് എല്ലാവരോടുമായിട്ടാണ് ഇവിടെ തമ്പുരാൻ വ്യക്തമാക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ അവിടുന്ന് സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഈ വാക്യം നാം പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലവും കൂടെ നാം പരിശോധിക്കണം. ദാവീദിന്റെ സങ്കീർത്തനമാണിത്.
അപ്പോൾ ഈ ദാവീദ് ഏത് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇത് എഴുതി എന്ന് ചോദിക്കുമ്പോൾ, ഇതിന്റെ പശ്ചാത്തലം മുഴുവനും, സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലം മുഴുവനും ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിലും 2-ാം പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. എന്നാൽ ഈ പശ്ചാത്തലത്തിന്റെ, ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഇവിടെ ഒരു വലിയ ആരവം കേൾക്കുന്നുണ്ട്. എന്താണ് ഇവിടെ ആരവം എന്ന് പറയുന്നത്? വലിയൊരു ആഘോഷമാണ്, വലിയൊരു മുദ്രാവാക്യമാണ്, വലിയൊരു ആർപ്പുവിളിയാണ്. എന്താണ് ഈ ആർപ്പുവിളി? ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഈ ആർപ്പുവിളി ഒരു ഭാഗത്തല്ല ഇവിടെ കാണുന്നത്. ഇവിടെ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ കാണുന്നു എങ്കിൽ, ഇതിന്റെ മറ്റൊരു ഭാഗത്തും ഈ ഗാനം നമുക്ക് ശ്രവിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്തും ഈ ഭാഗ്യം തന്നെ ആണ് കാണുന്നത്. 21-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, ശൗലോ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ഇത് കേട്ടപ്പോൾ ശൗലിന് ദേഷ്യം വന്നു, അസൂയ വന്നു, ദൈവത്തിൽ നിന്നും അകന്നു ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെ പറയുന്നു, ഇത് കേട്ട അടുത്ത നാൾ, പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ളതായ ദൈവത്തിന്റെ പക്കൽ നിന്നും അകന്ന് ശൗലിൽ ദുരാത്മാവ് ബാധിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കേട്ടത് ആരാണ്? ദാവീദ്. ആരാണ് ശൗൽ എന്നുള്ളത് ഓർക്കണം. ശൗൽ ഇസ്രായേൽ രാജ്യത്തിന്റെ രാജാവാണ്. ദാവീദോ ആട്ടിടയ ചെറുക്കനാണ്. ദാവീദ്. അപ്പോൾ ദാവീദിന് എന്താണ് സംഭവിച്ചത്? മലനായിരിക്കുന്ന ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ തക്കവണ്ണം ശൗൽ പലതവണ ശ്രമിച്ചു നോക്കി. ഇത് സാധ്യമല്ലാതെ പരാജിതനായി ശൗൽ തിരിച്ചു മടങ്ങി വന്നപ്പോൾ, ഇതാ ആടിനെ മേയ്ക്കുന്നതായ ഒരു ഇടയച്ചെറുക്കൻ അവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ട് അവന് കല്ലും കവണിയും, അത് വളരെ വശമുള്ള മനുഷ്യനാണെന്ന് കരുതി ശൗൽ ഇതാ തൻ്റെ മകൻ മൂലം ദാവീദിനെ ഇവിടെ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടെ നിയമിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സംഭവങ്ങൾ അറിയാം. അതിൻ്റെ സംഭവത്തിൻ്റെതായ അനുഭവത്തിലേക്ക് ഞാൻ പോകുന്നില്ല, എങ്കിലും ഒന്ന് തൊടുന്നു മാത്രമാണ്. ദാവീദ് ചെറിയ കല്ലും കവടിയുമായി ഗോലിയാത്തിന്റെ അടുക്കിലേക്ക് എത്തി. ഗോലിയാത്തിനെ നിമിഷ നേരം കൊണ്ട് വെട്ടി വീഴ്ത്തി, 3 കഷ്ണങ്ങളാക്കി നുറുക്കി. അപ്പോൾ ഇതേവരെ വേദനപ്പെട്ടിരുന്നതായ ഇസ്രായേൽ ജനത, ഇസ്രായേൽ രാജ്യം ഭയന്നിരുന്ന ശൗൽ ഇത് ധൈര്യം പൂണ്ട് എഴുന്നേറ്റു. അപ്പോൾ ഇസ്രായേലിലെ ആ അംഗങ്ങൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്നുകൊണ്ട്, ഇസ്രായേൽ രാജ്യത്തിലെ ജനങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്നുകൊണ്ട് ആർത്തു പാടുകയാണ്. രാജാവിന്റെ മന്ത്രിമാരൊഴിച്ച് ആർത്തു പാടുന്ന ശബ്ദമാണ് ഇവിടെ നാം കേട്ടത്. എന്താണ്? ശൗലോ 1000 കൊന്നു. 1000 മാത്രമേ ശൗലിനെ കൊല്ലുവാൻ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. രാജാവാണ് ശൗല്. പക്ഷേ എന്നാലോ ദാവീദോ രാജാവല്ല, പടച്ചട്ട അണിഞ്ഞിട്ടില്ല, യാതൊരു വിധമായ യുദ്ധങ്ങളും വശങ്ങളില്ല. ഇങ്ങനെയുള്ളതായ ഒരവസ്ഥയിൽ 10,000 കൊന്നു എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്? ലോകത്തിലെ ഒരു ആളുകൾക്ക് പോലും ഇഷ്ടപ്പെടുകയില്ല. ദൈവത്തിന് ഇഷ്ടപ്പെടുമായിരിക്കാം, പക്ഷേ ലോകത്തിലുള്ള മനുഷ്യനായി പിറന്നവർക്ക് ഇത് ഇഷ്ടമാവുകയില്ല. ഇവിടെ അസൂയ മൂത്ത് ദാവീദിനെ കൊല്ലുവാൻ തക്കവണ്ണം ശൗൽ വട്ടം കൂട്ടുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തില് ഇതാ അവനോടായിട്ട് മന്ത്രിമാർ പറയുന്നുണ്ട്, നീ ഓടി രക്ഷപ്പെടണം. അങ്ങനെ ദാവീദ് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഒരുങ്ങുന്നതായ അവസരത്തില് ദാവീദ് ചെന്ന് പെട്ടത് ഈ ഗോലിയാത്ത് എവിടെയാണോ വസിച്ചത്, ഏത് രാജ്യക്കാരനാണോ ആ
രാജ്യക്കാരന്റെ അടുത്തേക്കാണ് ചെന്നത്, രാജാവിന്റെ അടുക്കിലേക്കാണ്. ഗത്ത് എന്ന് പറയുന്നതായ രാജാവിന്, ഗത്ത് എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവായ ആഖീഷ് എന്നാണ് പറയുന്നത്. ആഖീഷിനെ സംബന്ധിച്ച് ആ വിവരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം 12-13 വാക്യത്തിൽ കാണുന്നുണ്ട്. ഗത്തിലെ രാജാവായ ആഖീഷിന്റെ അടുക്കിലേക്ക് ചെന്നുപെട്ടു എന്നുള്ളതാണ്. ഇവിടെ ആരെ പേടിച്ചാണ് ശൗൽ ഓടി രക്ഷപ്പെടുന്നത്? ദാവീദ് ഓടി രക്ഷപ്പെടുന്നത് ശൗലിനെ പേടിച്ചാണ്. ഈ ശൗലിനെ പേടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ചെന്നതും അപകടത്തിന്റെ കെണിയാണ്. ഗോലിയാത്തിനെ വധിച്ചത് ഇവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ രാജാവ് ഈ ദാവീദിനെ വെച്ചേക്കില്ല. പടയെ പേടിച്ച്, നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പടയെ പേടിച്ച് പന്തളത്തി എന്നപ്പോഴും അവിടുന്നും ചൂട്ടും കെട്ടിപ്പട എന്ന് പറയുന്നു, നമ്മൾ പറയും. ഇവിടെ പടയാകുന്നതായ ശൗലിനെ പേടിച്ച് ചൂട്ടും കെട്ടിക്കൊണ്ട് ഇതാ പന്തളമാകുന്നതായ ഗോലിയാത്തിന്റെ രാജ്യത്ത് അഥവാ ആ ശത്രു രാജ്യത്തേക്ക് ചെന്ന് പെടുകയാണ്. ഇവിടെ ദാവീദിന് ദൈവം കൈവിട്ടില്ല. നമ്മുടേതായ ജീവിതത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തുമാത്രം ദൈവം നമ്മെ അവിടുന്ന് സംരക്ഷിക്കുന്നു. വേദപുസ്തകത്തിൻ്റെതായ ആ താളുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെയും കാണുന്നുണ്ട് യോസേപ്പിനെ പൊട്ടക്കിണറ്റിൽ നിന്നും രക്ഷിച്ചവനായ ദൈവം, യോബിനെ ഇതാ മഹാരോഗത്തിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷിച്ചവനായ ദൈവം, സോദോമിലെ അഗ്നിയിൽ നിന്നും ലോത്തിനെ രക്ഷിച്ചവനായ ദൈവം, ഇവിടെ ആഖീഷിന്റെ കയ്യിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നുണ്ട്. ആ വിടുവിക്കുന്നതിനെ സംബന്ധിച്ച് ശക്തമായിട്ട് മനോഹരമായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗത്ത് രാജാവായ ആഖീഷിനെ ഏറ്റവും ഭയപ്പെട്ടു. അവരുടെ മുമ്പാകെ തൻ്റെ പ്രകൃതി മാറ്റി. ദാവീദ് ഗത്ത് രാജ്യത്ത് ചെന്നു, ആഖീഷ് രാജാവിന്റെ മുന്നിൽപ്പെട്ടു. അപ്പോൾ നടക്കുന്ന സംഭവമാണ് പറയുന്നത്. അവൻ ഏറ്റവും ഭയപ്പെട്ടു. എനിക്ക് ജീവൻ ഇനി കാണുകയില്ല എന്നുള്ളതായ അവസ്ഥയിലും അവൻ ഉറച്ചു. അങ്ങനെ അവൻ പാടുകയാണ്, അവൻ പറയുകയാണ്, തൻ്റെ പ്രകൃതിയെ ഭയപ്പെട്ടു. അവരുടെ മുമ്പാകെ ദാവീദ് എന്താ ചെയ്തതിനെ പറ്റി പറയുന്നുണ്ട്. അവരുടെ മുമ്പാകെ തൻ്റെ പ്രകൃതി മാറ്റി അവരുടെ കൈകളിൽ ഇരിക്കെ ബുദ്ധിഭ്രമം നടിച്ച് വാതിലിന്റെ കഥകളിൽ വരച്ച് താടിമേൽ തുപ്പലൊലിപ്പിച്ചു കൊണ്ടിരുന്നു. ആഖീഷ് രാജാവിനെ കണ്ടപ്പോഴേ മനസ്സിലായി ഇങ്ങനെയുള്ള മനുഷ്യൻ ആരാണ്. സുബോധം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ടാണ് രാജാവ് കണ്ടത്. ദാവീദ് നല്ലതുപോലെ അഭിനയിക്കാനും അറിയാം, പൊരുതാനും അറിയാം, ജീവിക്കാനും അറിയാം, ആടിനെ മേയ്ക്കാനും അറിയാം. ഇത് ദാവീദിന്റെ കഴിവാണോ? അല്ല, ദൈവം കൊടുത്ത കഴിവാണ്. പടച്ചട്ട അണിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പടച്ചട്ട ദൈവമാകുന്നു, എൻ്റെ സങ്കേതവും എൻ്റെ ബലവും എൻ്റെ കോട്ടയും എന്നാണ് ദാവീദ് പലപ്പോഴും അവിടെ ഉച്ചരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെതായ അനുഭവത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇച്ചിരി സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും ധനവും ഒക്കെ ലഭിക്കുമ്പോൾ ആരുടെ കഴിവാണെന്ന് പറയും? എല്ലാം എൻ്റെ കഴിവാണെന്ന് പറയുന്ന എത്രയോ പേര് ഇന്ന് ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ദാവീദിനെ ബുദ്ധി കൊടുത്തത് ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞു. അതേപോലെ ദൈവം പറയുന്നത് പോലെ അവൻ കേട്ടു. എന്താ, ഒരു ഭ്രാന്തനെ പോലെ നടിച്ചു. ആഖീഷ് രാജാവ് കടന്നു വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഭ്രാന്തനെയാണോ എൻ്റെ അടുക്കിലേക്ക് നീ കൊണ്ടുവന്നിട്ടത്? ഇവനെ എവിടെങ്കിലും കൊടുങ്കാട്ടിൽ കൊണ്ടുചെന്ന് ഇടുക എന്ന് അവിടെ ആഖീഷ് രാജാവ് തൻ്റെ ഭൃത്യന്മാരോട് മന്ത്രിമാരോട് കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ ദാവീദിനെ ഇതാ കൊടുങ്കാട്ടിൽ കൊണ്ടിട്ടു. അവിടെ പറയുന്നുണ്ട്, ആ കൊടുങ്കാട്ടിലോ ഇവിടെ നോക്കുക, പടയെ പേടിച്ച് പന്തളത്തി വന്നപ്പോൾ അവിടുന്നും വീട്ടും കെട്ടി പട, അവിടുന്നും വീണ്ടും എന്താണ് ആ കാടെന്ന് പറയുന്നത്? വെറും കാടല്ല, ഒത്തിരി വന്യജീവികൾ വസിക്കുന്ന, പ്രത്യേകിച്ച് സിംഹം ധാരാളമുള്ള വനമാണെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ഇവിടെ ദാവീദിനെ കൊണ്ടിട്ടത് കൊടുങ്കാട്ടിലാണ്. അവിടെ പറയുന്നുണ്ട് 10-ാമത്തെ വാക്യം, സങ്കീർത്തനം 34-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും,
ബാലസിംഹങ്ങൾ, ഓർക്കുക, വാർദ്ധക്യത്തിലായിരിക്കുന്ന അല്ലെങ്കിൽ പ്രായം ചെന്ന സിംഹങ്ങൾ ഒക്കെയും അലസരോ മടിയരോ ഒക്കെ ആയിരിക്കാം. യുവസിംഹങ്ങൾ അതെ ഇര കിട്ടാതെ വിശന്നിരിക്കുന്നതായ അനുഭവത്തിലാണ് ദാവീദ് ചെന്നപ്പെട്ടത്. അവിടെയും ദാവീദിനെ രക്ഷിക്കുന്ന ദൈവം ഇതാ അവിടെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നത്. ഇര കിട്ടാതെ കൊടുങ്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടവനായിരിക്കുന്ന അവസ്ഥ. എന്നാൽ ഇവിടെ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചവനായ ദൈവം കൊടുങ്കാട്ടിൽ നിന്നും ഇതാ ഈ ദാവീദിനെ വിടുവിക്കുന്ന രംഗം എന്നോടും നിങ്ങളോടും ഒരു ചോദ്യം ദൈവം ചോദിക്കുന്നുണ്ട്. നീ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലായിരുന്നപ്പോൾ എത്രമാത്രം എന്നെയും നിങ്ങളെയും ദൈവം വിടുവിച്ചു. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം വിടുവിച്ചില്ലേ? ആ നന്ദിയുടെ അനുഭവത്തിലാണ് നിങ്ങളൊക്കെ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, സംശയമില്ല. ഇവിടെ പ്രതിസന്ധികളുടെ നടുവിൽ ഞാനായിരുന്നപ്പോൾ ദൈവം ഒത്തിരി വിടുവിച്ചു. ഇന്നിവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുവാൻ തക്കവണ്ണം ദൈവം ഇവിടുന്ന് ഇടയാക്കി തീർത്തു. ഒത്തിരി പ്രതിസന്ധികൾ എൻ്റെയും ജീവിതത്തിലുണ്ട്, ഒത്തിരി ഭാരങ്ങൾ എൻ്റെയും ജീവിതത്തിലുണ്ട്, ഒത്തിരി പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഈ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല, ഞാനിവിടെ പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പ്രതിസന്ധികൾ ധാരാളം അനുഭവിച്ച അനുഭവമാണ്. എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ എങ്കിലും ഒരു സംഭവം മാത്രം പറയുന്നുണ്ട്. എൻ്റെ കുഞ്ഞുനാളിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ അനുഭവത്തിൽ ഞാൻ പരീക്ഷ എഴുതുവാൻ കൊണ്ട് പോയപ്പോൾ എൻ്റെ അമ്മ ഈ ലോകത്ത് നിന്ന് വിട്ടുപോയി. പരീക്ഷ എങ്ങനെയെങ്കിലും വല്ലച്ചാതി എഴുതി. അടുത്ത ദിവസവും അടക്കമൊക്കെയാണ്. 15 വയസ്സ് മാത്രമുള്ളതായ ഒരു സമയമാണ്. എൻ്റെ അനിയന് 13 വയസ്സ് മാത്രം പ്രായമുള്ള ദിവസം. എൻ്റെ പെങ്ങൾക്ക് 6 വയസ്സ് മാത്രം പ്രായമുള്ളതായ അവസ്ഥയിൽ ഞങ്ങൾ 3 കുഞ്ഞുങ്ങൾ അപ്പായുടെ കീഴിൽ ഭംഗിയായിട്ട് ഞങ്ങൾ വളർന്നു, സത്യമാണ്. പക്ഷേ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഭാരങ്ങൾ, വേദനകൾ അനവധിയായിട്ടുണ്ട്. ഞാൻ വരെയും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവെ ഞങ്ങൾ എങ്ങനെ കഴിയും? അമ്മയുണ്ടെങ്കിൽ എല്ലാമുണ്ട്. ജീവിതത്തിൽ അമ്മയുണ്ടെങ്കിൽ എല്ലാമുണ്ട്. ഇന്നില്ലാത്തതിൻ്റെ വേദനയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കുന്നത്, പ്രതിസന്ധികളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ വളർന്നു കഴിഞ്ഞപ്പോഴും എന്താണ് വേദനകളുടെയും ഭാരങ്ങളുടെ നടുവിൽ അതൊന്നും ഓർപ്പിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നേക്കാൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും ഭാരങ്ങളും വേദനകളും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, നിങ്ങളെക്കാൾ എനിക്ക് പ്രയാസമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, എന്നേക്കാൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. അങ്ങനെ പരസ്പരമായിരിക്കുന്ന ഒരു പ്രാർത്ഥന ഇവിടെ ഒരു വലിയ അനുഗ്രഹമാവും, നിങ്ങൾക്കൊരു ആശ്വാസമായി തീരുമെന്നുള്ളതാണ്. ഒരുവൻ മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ആശ്രമമാണ്, ഒരു വലിയ പുണ്യസ്ഥലമാണ്, ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഈ സമയം, ഈ നിമിഷം, വിലപ്പെട്ട നിമിഷങ്ങളെ പാഴാക്കാതെ നമ്മുടെ ചിന്തകളെ മുഴുവനും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീരണമേ എന്ന് ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ആക്കീഷ് ശൗൽ രാജാവിന്റെ കയ്യിൽ നിന്നും ദാവീദ് വിടുവിച്ച്, ആക്കീഷ് രാജാവിന്റെ കയ്യിൽ നിന്നും ദൈവം വിടുവിച്ച്, കൊടുങ്കാട്ടിൽ സിംഹങ്ങൾ ഇരകിട്ടാതെ വിഷമിക്കുന്നതായ ആ കാട്ടിൽ നിന്നും ദൈവം വിടുവിച്ച് ഇതാ ദാവീദിനെ ഒരു വലിയ സങ്കേത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് ശമൂവേൽ പ്രവാചന പുസ്തകം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവന്റെ ഗുഹയിൽ ഒളിച്ചു എന്നുള്ളതാണ്. ഏൻഗതി മരുഭൂമി എന്നാണ് പറയുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞുകൊള്ളാം. ഈ വാക്യവുമായിട്ട് നമ്മൾ നേരത്തെ വായിച്ചു കേട്ടതായ വാക്യം, ഹൃദയം നുറുങ്ങിയവനാണ് ദാവീദ്, മനസ്സ് തകർന്നവനാണ് ദാവീദ്. ഹൃദയം നുറുങ്ങിയെന്ന് ചോദിച്ചാൽ ഒരു സമാധാനവും ദാവീദിന്റെ ജീവിതത്തിൽ ഇല്ല. ഹൃദയം തകർന്നൊരനുഭവമാണ്. ഇവിടെ മനസ്സ് തകർന്നൊരനുഭവമാണ്. പക്ഷെ എങ്കിലും ദാവീദിനെ ദൈവം രക്ഷിക്കുന്നു. എങ്ങനെയുള്ള ദാവീദാണ്? ഹൃദയം തകർന്നവനാണ്, മനസ്സ് തകർന്നവനാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മൾ പരിശോധിക്കുമ്പോൾ, ദൈവമേ എൻ്റെ ഹൃദയം തകർന്നു, എൻ്റെ മനസ്സ് തകർന്നു, ഇതാ നിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കണം. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ നിന്റെ തകർന്ന ഹൃദയത്തെ ദൈവം അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തും. തകർന്ന മനസ്സിനെ ദൈവം അവിടുന്ന് ഉറപ്പിച്ച് ബലപ്പെടുത്തും. സ്ഥിരമായിരിക്കുന്ന ഒരാത്മാവിനെ അവിടുന്ന് ദൈവം തരും.
54 സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം, ഒന്നുകൂടെ നുറച്ചു പറയാമോ? എല്ലാവരോടും നുറച്ചു പറയാമോ? തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം, ഉറച്ചു പറ. എല്ലാവരും പറഞ്ഞില്ല. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല, നിരസിക്കുകയില്ല. ഉള്ളം തകർന്നവരേ വാ ഉണ്മയമെന്നന്തികേ, ഉള്ളം ഉണ്മയമെന്നന്തികേ, ഉള്ളലിഞ്ഞാശ്വാസമേകാൻ ഉള്ളവൻ ഞാനല്ലയോ, ഉള്ളലിഞ്ഞാശ്വാസമേകാൻ ഉള്ളവൻ ഞാനല്ലയോ. ആ പാട്ടൊന്നുകൂടെ പാടാം. ഉള്ളം തകർന്നവരേ വാ ഉണ്മയമെന്നന്തികേ, ഉള്ളം തകർന്നവരേ വാ ഉള്ളലിഞ്ഞാശ്വാസമേകാ ഉള്ളവൻ ഞാനല്ലയോ, ഉള്ളലിഞ്ഞാശ്വാസമേകാ ഉള്ളവൻ ഞാനല്ലയോ. യേശു വിളിക്കുന്നു, എന്നും യേശു വിളിക്കുന്നു, അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. ഇതാ ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഹൃദയം തകർന്ന, മനസ്സ് തകർന്ന ദാവീദിനെ രക്ഷിക്കുന്നത് എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ളതായ 3 കാര്യങ്ങൾ ഇന്ന് ധ്യാനാത്മകമായിരിക്കുന്ന നിമിഷത്തിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദിനെ, തകർന്ന ദാവീദിനെ, മനസ്സ് തകർന്ന ദാവീദ്, ഹൃദയം തകർന്ന ദാവീദ്, ആടുകൾ നഷ്ടപ്പെട്ട ദാവീദ്, സകലത് നഷ്ടപ്പെട്ട ദാവീദിനെ ദൈവം രക്ഷിക്കുന്നു. എങ്ങനെ, എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നാമതായിട്ട് സങ്കീർത്തനക്കാരൻ തന്നെ അവിടുന്ന് മറുപടി പറയുന്നുണ്ട്. 34-ാം സങ്കീർത്തനത്തിന്റെ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. എങ്ങനെയാണ് ദൈവം രക്ഷിക്കുന്നത്, ദൈവം ദാവീദിനെ രക്ഷിക്കുന്നത്? അവയെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോവുകയില്ല. അവയെങ്കിലേക്ക്, ആരുടെ അടുക്കിലേക്ക്? യഹോവയുടെ അടുക്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നുള്ളത് അവിടെ കാണുന്നുണ്ട്. ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കുന്ന ഒരനുഭവമാണ്. മനുഷ്യനെ ദൈവം അവിടെ നാക്കി വെച്ചിരിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ദൈവവചനം പറയുന്നുണ്ട്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ എന്നുള്ളതാണ്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നതാണ്. മനുഷ്യനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത പറയുന്നുണ്ട്. എല്ലാ മൃഗങ്ങൾക്കും താഴോട്ട് നോക്കി മാത്രമേ സഞ്ചരിക്കുവാൻ തക്കൊണ്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് താഴോട്ട് നോക്കാം, വശങ്ങളിലേക്ക് നോക്കാം, മുകളിലോട്ടും നോക്കാം. മനുഷ്യൻ എങ്ങനെയാണ്, ആരെയാണ് നോക്കേണ്ടതിനെ സംബന്ധിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ഉയരങ്ങളിലേക്ക് നോക്കുവീൻ. ഇവിടെയാണ് കർത്തൃ പ്രാർത്ഥനയിൽ നമ്മൾ ശക്തമായിട്ട് ചൊല്ലുന്നുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പഴമയുടെ അനുഭവത്തിൽ നമ്മൾ ചൊല്ലി, ആകാശത്തിലുള്ള ഞങ്ങളുടെ ബാവ എന്നുള്ളതാണ്. ബാവ എന്ന് പറഞ്ഞാൽ പിതാവ് എന്നുള്ളതാണ്, അപ്പ എന്നുള്ളതാണ്, പപ്പ എന്നുള്ളതാണ്. ആകാശത്തിലുള്ള ഞങ്ങളുടെ അപ്പച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ കർത്തൃ പ്രാർത്ഥന ചൊല്ലുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതാണ്. എങ്ങോട്ട് നോക്കിയാണ് കർത്തൃ പ്രാർത്ഥന ചൊല്ലുമ്പോൾ? കൈകളെ മലർത്തി ഉയരങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ചൊല്ലുവാൻ നമുക്കിടയായി തീരണം. അവിടെയാണ് ദൈവം
അനുഗ്രഹങ്ങളും കൃപകളും ചൊരിയുന്നത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സങ്കീർത്തനക്കാരൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മനസ്സിന്റെ തകർച്ചയിൽ നിന്നും ഹൃദയത്തിൻ്റെതായ പ്രയാസങ്ങളുടെ അനുഭവത്തിൽ നിന്നും സങ്കീർത്തനക്കാരൻ രക്ഷപ്പെട്ടത് അവയെങ്കിലേക്ക് നോക്കി, ഉയരങ്ങളിലേക്ക് നോക്കി എന്നുള്ളതാണ്. ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ വാക്യം, 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാനായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. എബ്രായർക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നാം സ്വീകരിച്ച എന്താണ്? വിശുദ്ധ മാമോദീസയുടെ അനുഭവത്തിൽ സാത്താനെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, സാത്താനെ ഞാൻ തള്ളിപ്പറയുന്നു, മശിഹായിൽ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതായ ആ വിശ്വാസത്തിന്റെ അനുഭവത്തിൽ നാം യേശുവിനെ സ്വീകരിച്ചവരാണ്. നാം സ്വീകരിച്ച് പറഞ്ഞിട്ടുള്ളതായ ആരാണവൻ? അവൻ അപ്പോസ്തലനും മഹാപുരോഹിതനുമാണ്. മഹാപുരോഹിതനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പുരോഹിതനുമായ യേശുവിലേക്ക് ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെയാണ് നമ്മുടെ അലസതയോടല്ല, വളരെ ഉത്സാഹത്തോട് വേണം. നമസ്കാരത്തിൽ നാം ചൊല്ലുന്നുണ്ട്, രാജ്യത്തിൻ വാതിൽ, എല്ലാവരും ചൊല്ലിയാട്ടെ, ചെറിയതുമാ മാർഗം വഴിഗമനം കാംക്ഷിപ്പോ നത്യുത്സാഹമവശം താ അലസതലേശം ബാധിച്ച അശുഭവഴിക്കു വശം വദന സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. ഇവിടെ എന്താണ് പിതാക്കന്മാർ ശക്തമായിട്ട് നമ്മോട് പറയുന്ന സന്ദേശം പാട്ടിലൂടെ? ആ രാജ്യത്തിന്റെ വാതിൽ ചെറിയതാണ്, വീതി കുറഞ്ഞതാണ്. അതിലൂടെ നടക്കണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു നോക്കണം, ഉത്സാഹത്തോടായിരിക്കണം. അലസത ലേശം ബാധിച്ചാൽ അല്പം മതി. നമസ്കാരത്തിന് നിൽക്കുമ്പോൾ അലസത വന്നാൽ തീർന്നു, പിശാച് ബാധിക്കുകയാണ് നമ്മൾക്ക് ചെയ്യുന്നത്. ദൈവമേ, എൻ്റെ ദൈവവുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ്, എൻ്റെ ദൈവവുമായിട്ട് ഞാൻ ഇടപെടുകയാണെന്നുള്ളതായ ചിന്ത നമ്മളെപ്പോഴും ഭരിക്കണം. കണ്ണുനീർ കൊണ്ട് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഈ പാദസ്പർശമേറ്റ ഖബറടങ്ങിയിരിക്കുന്ന ഈ സ്ഥലത്താണ് നാം വന്നിരിക്കുന്നത്. തിരുമേനിയുടേതായ ആ അനുഭവം ഒരു ചെറിയ കാര്യം മാത്രം. എപ്പോൾ നമസ്കാരത്തിന് ഇവിടെ കടന്നു വന്ന് എപ്പോഴും പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥിക്കുന്ന സമയം തിരിച്ച് മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കുപ്പായം മുഴുവനും നനഞ്ഞിരിക്കുകയാണ്. വിസർത്തിട്ടല്ല, മറിച്ച് കണ്ണുനീർ കൊണ്ട് ഈ കുപ്പായം നനയുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? വേദനിക്കുന്ന എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭാരപ്പെടുന്ന എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി കുപ്പായം മുഴുവൻ നനഞ്ഞിരിക്കുകയാണ്. അത് 10 മിനിറ്റുള്ളതായ പ്രാർത്ഥനയല്ല, 1 മണിക്കൂറുള്ള പ്രാർത്ഥനയല്ല. അതാ അവിടുന്ന് യാമം തോറും കണ്ണുനീരെന്ന് ഒരു പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. യാമങ്ങൾ തോറും പ്രാർത്ഥനയും കണ്ണുനീരുമാണ്. ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അലസതയില്ലാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. വിശുദ്ധൻ അവിടുന്ന് വിശുദ്ധന്മാർ ദൈവത്തോട് അപേക്ഷിക്കാൻ നമുക്ക് വേണ്ടി സംശയമില്ല. വേദപുസ്തകത്തിൽ കാണുന്ന ഒരു വലിയ സത്യമാണ്. ഇവിടെ ഞാൻ പറഞ്ഞത്, അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദനായി സ്വന്തം ആത്മാവിനെ സ്വയമേ നിഘനിക്കുകയാണ്, ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ആത്മാവിനെ ഇല്ലാതാക്കുകയാണ് അലസത വന്നാൽ. അതുകൊണ്ട് എന്ത് വേണം? ഇവിടെ എബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. എന്താണ്? അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം എന്നുള്ളതാണ്. വീണ്ടും എബ്രായ ലേഖനക്കാരൻ വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക.
വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇവിടെ ക്രിസ്തീയ മക്കൾക്ക്, നമുക്കെല്ലാവർക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും, ഹൈന്ദവ സഹോദരങ്ങളായിരുന്നാലും ശരി, മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നാലും ശരി, യേശുവിനെ നോക്കുവാൻ തക്കുള്ളതായ ഒരു വലിയ സ്ഥലമാണ്, ഒരു വിശുദ്ധി നിറഞ്ഞ അനുഭവമാണ്. നമുക്ക് യേശുവിനെ ശ്രദ്ധയോടെ നമുക്ക് നോക്കാം. പലപ്പോഴും മനുഷ്യന്റെ നോട്ടം എന്ന് താഴേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വാക്യം ഉദ്ധരിച്ചു, മാനത്തോടിരിക്കുന്ന മനുഷ്യനാണ്, പക്ഷേ ഇന്ന് വിവേകഹീനനായി മാറിയിരിക്കുകയാണ്. കൊലപാതകങ്ങളിൽ കൂടെ, മോഷണത്തിൽ കൂടെ, മാഫിയ സംഘങ്ങളിലൂടെ, മറ്റു തരത്തിലുള്ളതായ കാര്യങ്ങളിലൂടെ ഇന്ന് മനുഷ്യൻ വിവേകഹീനനായി തീർന്നിരിക്കുകയാണ്. സ്വന്തം പെങ്ങൾ ആരാണെന്നോ, സ്വന്തം അമ്മ ആരാണെന്നോ, അപ്പൻ ആരാണെന്നോ, സഹോദരങ്ങൾ ആരാണെന്നോ, അയൽക്കാർ ആരാണെന്നോ, നാട്ടുകാരാരാണെന്നോ, ബന്ധുക്കൾ ആരാണെന്നോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത മൃഗമായി അധപ്പതിച്ചിരിക്കുന്ന ഒരനുഭവത്തിലേക്കാണ് ഇന്ന് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു സമയമെങ്കിലും നല്ല വാക്കുകൾ ഒന്ന് കേൾക്കുവാൻ, അല്പസമയം കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാൻ ദൈവം തന്ന ഒരു വലിയ നിമിഷമാണ് ഇതെന്നുള്ളത് ഓർക്കണം. ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, മാഫിയ സംഘങ്ങളുടെ പിടിയിൽ ഇന്ന് മനുഷ്യൻ പെട്ടിരിക്കുകയാണ്. 2000 ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. എറണാകുളത്ത് 5 കുഞ്ഞുങ്ങളെ അറസ്റ്റ് ചെയ്തു. 5 കുഞ്ഞുങ്ങളെ അറസ്റ്റ് ചെയ്തു. എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? DVD ആകുന്ന ചെറിയ കാസറ്റ് പുസ്തകത്തിൽ കൊണ്ടുചെന്നിട്ട്, പുസ്തകത്തിന് അടുക്കിൽ വെച്ചിട്ട്, ഇടയ്ക്ക് വെച്ചിട്ട്, ഇത് കൂട്ടുകാർക്ക് വിൽക്കുക. ഇത് കാസറ്റ് വിറ്റാൽ എന്താ ഇത്ര അപരാധമെന്ന് ചോദിക്കും. നീല ചലച്ചിത്രത്തിന്റെ കാസറ്റുകളാണ് ഇത്. ഒന്ന് വിറ്റാൽ 1000 എണ്ണം വിൽക്കും. ഒന്ന് നോക്കിയാൽ 1000 വട്ടം ഇത് നോക്കും. ഇങ്ങനെയുള്ളതായ കാസറ്റ് പോലീസ് പിടികൂടി. 5 കുഞ്ഞുങ്ങളെയും അറസ്റ്റ് ചെയ്തു. എത്ര വയസ്സുണ്ടെന്ന് കേൾക്കണോ? ഇവർക്കുള്ള വയസ്സെന്ന് പറയുന്നത് 9 വയസ്സും 10 വയസ്സും 11 വയസ്സും ഉള്ളതായ കുഞ്ഞുങ്ങൾ മാത്രമാണ് 5 കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരെ ശിക്ഷിക്കുവാൻ തൊക്കെ കഴിയത്തില്ല. എങ്കിലും മറ്റു തരത്തിലോ ദുർഗണ പാഠശാലയിൽ കൊണ്ടാക്കുവാൻ തൊക്കെ തീരുമാനിച്ചു. ഈ 5 പേരാരാണ്? 5 പേരും ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ട കുട്ടികളാണെന്നുള്ളത് ഓർക്കണം. ക്രിസ്തീയ മക്കൾ എവിടെ ചെന്ന് അവസാനിക്കുന്നു? എവിടെയാണ് അവർ പോകുന്നത്? അമ്മയും അപ്പനും പ്രാർത്ഥിക്കുന്നുണ്ട്, മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ ചിന്തിക്കുന്നുണ്ടോ? ട്യൂഷന് പോയില്ല എന്നുണ്ടെങ്കിൽ മക്കൾക്ക് ശിക്ഷയുണ്ടാകും മാതാപിതാക്കളുടെ. എന്നാൽ പള്ളിയിൽ പോയില്ല എങ്കിൽ ഒരു ശിക്ഷയുമില്ല. ദൈവവചനം വായിച്ചോ എന്നുള്ളത് ചോദിക്കുകയില്ല. മോനെ ഇന്ന് വൈകിട്ട് പ്രാർത്ഥിച്ചോ, ഇന്ന് കാലത്ത് പ്രാർത്ഥിച്ചോ എന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ അവരുടെ കുട്ടികളോട് ചോദിക്കുന്നുണ്ടോ? ഒപ്പം മാതാപിതാക്കൾ കുട്ടികളുടെ മുമ്പാകെ നിന്നുകൊണ്ട് വൈകുന്നേരവും കാലത്തും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അലസത ബാധിച്ചിരിക്കുകയാണ്. അശുഭ വഴിക്ക് വശംവദനായി ഇന്ന് തീർന്നുകൊണ്ടിരിക്കുന്നതായ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെയാണ് ഉയരത്തിലേക്ക് നോക്കണം. ദാവീദ് ഈ അവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഒത്തിരി പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഭാരങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ദാവീദ് ഉയരത്തിലേക്ക് നോക്കി. നമ്മളും ഓർക്കുക, മനസ്സ് തകർന്നിരിക്കുന്ന ഒരു അനുഭവമാണ്, ഹൃദയം തകർന്നിരിക്കുന്ന ഒരു അനുഭവമാണ്. ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഉയരങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിനെ അവിടെ തുടച്ചു കളയും. സന്തോഷവും ആശ്വാസവും സമാധാനവും അവൻ നമുക്ക് തരുമെന്നുള്ള സംശയമില്ല. പക്ഷെ എന്ത് വേണം? ഞാൻ നിങ്ങളും ഒരു തീരുമാനമെടുക്കണം. ഉയരങ്ങളിലേക്ക് നോക്കണം. അത് ആരാധനയാണ്. ഉയരങ്ങളിലേക്ക് നോക്കുന്ന ഒരു അനുഭവം. അത് കാലത്തും വൈകിട്ടുള്ളതായ നമസ്കാരങ്ങളാണ് ഉയരങ്ങളിലേക്ക് നോക്കുന്ന ഒരു അനുഭവം എന്നുള്ളത് ഓർക്കുക. ഇവിടെ എന്തിനാണ് ഉയരത്തിലേക്ക് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മോടായിട്ട് പറയുന്നുണ്ട്, അധൈര്യത്തെ ധൈര്യപ്പെടുത്തുവാൻ. ഇന്ന് മനുഷ്യന് ഭയമാണ്, സകലത്തെയും ഭയമാണ്, അയലത്തുകാരനെ ഭയമാണ്, സഹോദരനെ ഭയമാണ്. പക്ഷേ ഇവിടെ ദൈവത്തെ ഭയക്കേണ്ട. ദൈവത്തെ ഭയം വേണം, പക്ഷേ എന്താണ് കൂടുതലായിട്ടുള്ള ഭയം വേണ്ട. എന്താണ്? ദൈവം നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരാളാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ്. അധൈര്യത്തെ ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവിനെ നോക്കണമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അവയെങ്കിലേക്ക് നോക്കണം. എന്തിനു നോക്കണം? അധൈര്യത്തെ ധൈര്യപ്പെടുത്തുവാൻ. എന്താണ് ഇവിടെ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആഹാബ് ഇസബേലിന്റെയും ഭീഷണിയെ ഭയന്ന്
ഏത് പ്രവാചകനാണെന്ന് ഏലിയ പ്രവാചകൻ ഭയന്നോടുകയാണ്. അവിടെ ഒരു ചൂടച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുകയാണ്, ഭയപ്പെട്ട് കിടന്നുറങ്ങുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഇതാ ഒരു ദൂതൻ വന്ന് തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, നീ ഇതാ ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു, വെള്ളവും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. നീ ഒരു തുരുത്തി വെള്ളവും ഈ അപ്പവും കഴിച്ചിട്ട് ഇതാ ഹോറേബോളം നടക്കുക, ഹോറേബോളം നടക്കുക. ഇവിടെ അപ്പവും വെള്ളവും എന്നുള്ള സൂചന എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തെയാണ് അവ സൂചിപ്പിക്കുന്നത്. 40 ദിവസം 40 രാവും പകലും അവൻ ഹോറേബോളം നടന്നുള്ളതാണ്. 40-50 നോമ്പിന്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുകയാണ്. 40 ദിവസത്തേതായ കർത്താവിൻ്റെ നോമ്പുകൾ നമുക്ക് ഉണ്ട്. ഇത് നമ്മെ ഹോറേബിൽ എത്തിക്കുന്ന ഒരു അനുഭവമാണ് എന്നുള്ളത് ഞാനിവിടെ ഒന്ന് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശുദ്ധ ആരാധനയുടെ അനുഭവം, വിശുദ്ധ കുർബാന അനുഭവിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഹൂസോയുടേതായ ചില സംസ്കാരങ്ങളിലേക്ക് ഞാനും നിങ്ങളും വഴുതി മാറാറുണ്ട്. പക്ഷേ നമുക്ക് ഹൂസോയല്ല വേണ്ടത്, വിശുദ്ധ കുമ്പസാരം തന്നെയാണ് വേണ്ടത് എന്നുള്ളത് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. 40 ദിവസം 40 ദിവസം വരെയും കുമ്പസാരിക്കണമെന്നോ ഇല്ല, ഹൂസോയെ പ്രാപിച്ചാൽ മതി. എന്നാൽ 40 ദിവസം കഴിഞ്ഞാൽ വീണ്ടും വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ വിശുദ്ധ കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കണം. ഇവിടെ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് വിശ്രമിക്കുമ്പോൾ ഭയപ്പെട്ട് ഇവിടെ വിശ്രമിക്കുകയാണ്. അപ്പോൾ ദൂതൻ കടന്നു വന്നിട്ട് പറഞ്ഞു, നീ ഈ അപ്പം കഴിക്കുക, ഈ ജലം കഴിക്കുക, അപ്പോൾ നിനക്ക് എന്തുണ്ടാകും? നിനക്ക് ധൈര്യമുണ്ടാകും. കാരണം നീ ദൈവത്തെങ്കിലേക്ക് നോക്കി എന്നുള്ളത് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അധൈര്യത്തെ ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം വിശുദ്ധ കുർബാന ഉയരത്തിലേക്ക് നോക്കുവാനും ധൈര്യം തരുവാനുള്ളതായ ഒരു അനുഭവമാണ് എന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. രണ്ടാമതായിട്ട് എന്തിനെ ദൈവത്തെങ്കിലേക്ക് നോക്കണം? ഒന്നാമത് ദൈവത്തെങ്കിലേക്ക് നോക്കുന്നത് അധൈര്യത്തെ ധൈര്യപ്പെടുത്തുവാനെങ്കിൽ, രണ്ടാമത് ദൈവത്തെങ്കിലേക്ക് നോക്കുന്നത് സ്വയം നിന്ദിതനാകുമ്പോൾ, സ്വയം നിന്ദിതനാകുമ്പോഴാണ്, സ്വയം കളിയാക്കപ്പെടുമ്പോഴാണ്, മറ്റുള്ളവരാൽ അവഹേളിക്കപ്പെടുമ്പോഴാണ് ദൈവത്തെങ്കിലേക്ക് നോക്കുന്നതാണ്. അവൻ ഓർക്കുക, അവന് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ നമ്മെ അവൻ മാനപാത്രമാക്കി തീർത്തു എന്നുള്ളതാണ്. അപമാനപാത്രമാക്കി അവൻ തീർത്തിട്ടില്ല, പിന്നെയോ മാനപാത്രമാക്കിയാണ് അവൻ തീർത്തിരിക്കുന്നത് എന്നുള്ളത് അവിടെ കാണുന്നുണ്ട്. ഇവിടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, എന്തിന് അവിടെ സ്വയം നിന്ദിതനാകുമ്പോൾ ദൈവത്തെങ്കിലേക്ക് നോക്കണമെന്നുള്ളത് പറഞ്ഞു. എന്തിനാണ് നോക്കുന്നതിനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ എന്നുള്ളതായ ആ അനുഭവമാണ്. ഇവിടെ യേശുവിനെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ എന്ന് അവിടെ കാണുന്നുണ്ട്. ജീസസ് ദൈവത്തെങ്കിലേക്ക് നോക്കുമ്പോൾ ശക്തി ധാരാളം ലഭിക്കുന്നുണ്ട്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യമാണ്, ഇഫ് വി ലുക്ക് ജീസസ് വി ആർ ഹീറോയായി മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ജീസസിനെ നോക്കിയില്ല എങ്കിൽ സീറോയായി മാറും, നിന്ദിതനായി മാറും. നിന്ദിതയെ മാറ്റുവാൻ തക്കവണ്ണം, അവഹേളനത്തെ മാറ്റുവാൻ തക്കവണ്ണം യേശുവിലേക്ക് നോക്കണം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എൻ്റെ ആദ്യത്തെ ആ പോയിന്റ് ഇവിടെ ഉപസംഹരിക്കുകയാണ്. എന്താണ്? അവയെങ്കിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ദാവീദിനെ തൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും വിടുവിച്ചു. മനസ്സ് തകർന്നിരുന്ന ദാവീദിനെ, ഹൃദയം നുറുങ്ങിയിരുന്ന ദാവീദിനെ ദൈവം രക്ഷിച്ചതിൻ്റെ ഒന്നാമത്തെ കാരണം അവയെങ്കിലേക്ക് നോക്കി പ്രകാശിതരായി തീർന്നു. യേശുവിലേക്ക് നോക്കുക, അപ്പോൾ നമ്മുടെ ജീവിതവും അനുഗ്രഹമായി തീരും. യേശുവിലേക്ക് നോക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. കാലത്തും വൈകിട്ടുമുള്ളതായ നമ്മുടെ ആരാധന, കർത്താവിങ്കിലൊന്ന് സംസാരിക്കണം, കർത്താവിനോടൊന്ന് ടോക്ക് നടത്തണം. ദിവസവും കാലത്തും വൈകിട്ടും അതിനുള്ള സമയം കണ്ടെത്തണം. അതിനുശേഷം ആഴ്ചയിലുള്ളതായ ആ വിശുദ്ധ ആരാധന സംബന്ധിക്കുന്നത് കർത്താവിനെ നോക്കുന്നതിന് തുല്യമാണ്, കർത്താവിനെ സ്വീകരിക്കുന്നതിന് തുല്യമാണ്, കർത്താവിനെ അനുഭവിക്കുകയാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കർത്താവിനെ നോക്കുന്ന തുല്യമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. കണ്ണുകൊണ്ട് വിശുദ്ധ ആരാധന കാണുന്നുണ്ട്, മൂക്കുകൊണ്ട് മണക്കുന്നു. അതേ, ആ വാസനയുടെ അനുഭവമാണത്.
അത് നാക്കുകൊണ്ട് രുചിക്കുന്നു, നാക്ക് ത്വക്ക് സ്പർശിക്കുന്നു. സമാധാനത്തിന്റെ അനുഭവവും കൈമുത്തിന്റെ അനുഭവവും ഒക്കെയും സ്പർശനമാണ്. അതോടൊപ്പം തന്നെ ത്വക്ക് ചെവി കൊണ്ട് കേൾക്കുന്നു. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി കൊണ്ട് ഒരു മനുഷ്യൻ ദൈവത്തെ നോക്കുവാനും കാണുവാനും രുചിക്കുവാനും അറിയുന്നുവെങ്കിൽ ദൈവം നിന്നെ സകല കഷ്ടത്തിൽ നിന്നും നിന്നെ ദൈവം വിടുവിക്കുമെന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ദാവീദിനെ തകർന്ന ഹൃദയത്തിൽ നിന്നും, മനസ്സ് തകർന്നതായ ആ അനുഭവത്തിൽ നിന്നും ദൈവം വിടുവിച്ചതിന്റെ മൂന്നാമത്തെ കാരണം തൻ്റെ നാവിനെയും അധരത്തെയും ക്രമീകരിച്ചു എന്നുള്ളതാണ്. തൻ്റെ നാവിനെയും അധരത്തെയും ക്രമീകരിച്ചു എന്നുള്ളത് സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട്. സങ്കീർത്തനം 34-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, ദോഷം പറയാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം പറയാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാവും അധരവും തമ്മിൽ മുട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദം അഥവാ സംസാരം പുറത്തു വരികയുള്ളൂ. അപ്പോൾ ഇവിടെ നാവിൻ്റെ ശക്തിയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നു, നാവിനെ നീ കടിഞ്ഞാണിടുക. നാവിൻ്റെ അനുഭവത്തെക്കുറിച്ച് വേദപുസ്തകം ഇപ്രകാരം യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ കാണുന്നുണ്ട്. 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ തന്നെ കാണുന്നുണ്ട്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ കാണുന്നുണ്ട്, സഹോദരങ്ങളെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. നിങ്ങൾ എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുവൻ നാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ തക്കമുള്ള സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങിയിരിക്കുന്നു. എന്നാൽ നാക്കിനെയോ മനുഷ്യർക്കാർക്കും മരിക്കാവതല്ല. അതടങ്ങാത്ത ദോഷം മരണകരമായ വിഷം നിറഞ്ഞത്. ആകയാൽ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിനും രൂപത്തിലും നിർമ്മിച്ചതായ മനുഷ്യനെ നാം ശപിക്കുകയും ഒപ്പം തന്നെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. ഉറവയിൽ നിന്നും മധുരമുള്ള ഉറവയിൽ നിന്നും കയ്പുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? കയ്പുള്ള ഉറവയിൽ നിന്നും മധുരമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? ഇല്ല. ഹൃദയം, അതുകൊണ്ടാണ് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഇപ്രകാരമാണത്, ഹൃദയം നിറഞ്ഞ കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. ഹൃദയം നിറഞ്ഞ കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത് എന്നുള്ളത് കാണുന്നുണ്ട്. ഈ നാക്ക് വളരെ അപകടം നിറഞ്ഞ അനുഭവമാണ്, പക്ഷേ ഗുണം നിറഞ്ഞ അനുഭവമാണ്. ആർഷഭാരത ഋഷിമാർ ഇപ്രകാരം അതിനെ പറയുന്നുണ്ട്, കയ്യിൽ നിന്ന് പോകുന്നതായ കല്ല്, ഞാണിൽ നിന്ന് തൊടുത്തുവിടുന്നതായ അമ്പ്, വായിൽ നിന്ന് പുറപ്പെടുന്നതായ വാക്കുകൾ, ഇവയൊന്നും പിടിച്ചാൽ കിട്ടുകയില്ല. ഋഷിവര്യന്മാർ പറയുന്ന കാര്യമാണ്. കയ്യിൽ നിന്ന് പോകുന്നതായ കല്ല് ഒരിക്കലും എറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ച് കിട്ടുകയില്ല. അതതിൻ്റെ ആ അസ്തമിക്കുന്ന അല്ലെങ്കിൽ അത് ചെല്ലുന്ന പെടുന്നതായ ആ അനുഭവത്തിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. ഞാനിൽ നിന്ന് തൊടുത്തുവിടുന്നതായ അമ്പ് തിരികെ കിട്ടുകയില്ല. അതുപോലെ തന്നെ വാക്കിൽ നിന്നും പുറപ്പെടുന്നതായ വാക്കുകൾ നമുക്ക് തിരികെ കിട്ടുകയില്ല. ഈ നാവിനെ കുറിച്ച് വേറൊരു സംഭവം കൂടെ, വേറൊരു കാര്യവും കൂടെ ഞാൻ വായിച്ചത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരികയാണ്. ഈ പല്ലുകളും നാക്കും തമ്മിൽ ഒരു വലിയ ഭയങ്കരമായിരിക്കുന്ന വഴക്കുണ്ടായി. പല്ല് പറഞ്ഞു, അംഗങ്ങൾ 32 അംഗങ്ങളുണ്ട്. 32 പല്ലെന്നല്ലേ നമ്മൾ പറയണത്. ചിലർക്ക് 33 ഉണ്ട്, ചിലർക്ക് 34 ഉണ്ട്. ഇങ്ങനെയൊക്കെ പലതരത്തിലൊക്കെ വരാം. അപ്പോൾ അതൊന്നും നമുക്ക് കണക്കെടുക്കുന്നില്ല. പക്ഷേ വൈദ്യശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഒക്കെ 32 എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് പറയാൻ ഗുണമുള്ളത്. 32 പല്ലുകളും പറഞ്ഞു, ഇടനാക്കേ, ഞാൻ നിന്നെ വിടത്തില്ല, നിന്നെ പുറത്തോട്ട് വിട്ടിട്ട് വേണ്ടായോ നീ സംസാരിക്കാനായിട്ട്. നാവ് പറഞ്ഞു, നീ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, എനിക്കൊരു വിഷയമേ ഇല്ല. നിന്നെ 32 എണ്ണത്തിനെയും അടിച്ചു വീഴ്ത്തുവാൻ എനിക്ക് കഴിയും. എൻ്റെ നാവ്, നിങ്ങൾ 32 പേരും ഇങ്ങനെ എന്നെ പുറത്തു വിടാതെ അടച്ച് അകത്ത് തന്നെ ഇരുത്തിക്കോ, പക്ഷേ എനിക്ക് അകത്തിരുന്നാൽ മതി. എനിക്ക് റിമോട്ട് കൺട്രോൾ ഉണ്ട്. ആളുകൾ കടന്നു വന്ന് നിന്റെ പല്ലുകൾ, നിന്റെ ആങ്ങളെല്ലാം അടിച്ച് വീഴ്ത്തും. ഒരു നിമിഷം ആലോചിച്ചു, ശരിയാ അല്ലേ? പല്ല് നമ്മൾ 32 അമർത്തി വെച്ചുകൊണ്ട് ഒന്ന് സംസാരിച്ച് നോക്ക്, ഇത് തെളിയുന്നില്ലേ? ഇത് മതി. എന്താണ് പല്ല് 32 എണ്ണവും പോകാനായിട്ട്?
സമ്മതിച്ചു. ആരാണ് പരാജയം സമ്മതിച്ചത്? അംഗങ്ങൾ കൂടുതലുണ്ടായിരുന്ന പല്ലുകൾ സമ്മതിച്ചു, ഞങ്ങൾ പരാജയം സമ്മതിച്ചിരിക്കുന്നു. ആരാണ് ജയിച്ചത്? നാക്കാണ്. അതുകൊണ്ടാണ് നാവും ഒരു തീയെങ്കിൽ, നാവ് ഒരു ചെറിയ അവയവമെങ്കിലും വലിയ വമ്പ് പറയുന്നു. നാവ് ഒരു ചെറിയ അവയവമെങ്കിലും വലിയ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ, ചെറിയ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാക്കും ഒരു തീ തന്നെ. അത് അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി അതിനെ കാണുന്നു എന്നുള്ളതാകുന്നു. അതുകൊണ്ട് നമ്മുടെ നാവിനെ ശരിക്കും ശ്രദ്ധിക്കുക. പണ്ടൊക്കെ ഡോക്ടർമാരുടെ അടുക്കിലേക്ക് ചെന്നാൽ, പണ്ട് ഡോക്ടർമാരല്ല വൈദ്യന്മാരാണ്, വൈദ്യന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ വൈദ്യര് ആദ്യം പറയുന്നത് എന്താണെന്ന് അറിയാമോ? നാക്ക് നീട്ടുക. നാക്ക് നീട്ടിയാൽ അകത്തുള്ള അസുഖം എന്താണെന്ന് അറിയുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ നാക്കിന് ഇത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ദാവീദിന് സംഭവിച്ചതെന്ന് അറിയാമോ? ശൗൽ രാജാവിന്റെ അടുക്കൽ വളരെ ശബ്ദിച്ച് നിന്നായിരുന്നുവെങ്കിൽ ശൗൽ രാജാവ് ദാവീദിനെ കൊന്നുകളയുമായിരുന്നു. നാവിനെ അടക്കി, അധരത്തെ അടക്കിക്കൊണ്ട് ആഖീഷ് രാജാവിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോഴും ഭ്രാന്തനം നടിച്ച് ഒന്നും സംസാരിച്ചില്ല. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഞാൻ ഗോലിയാത്തിനെ കൊന്ന അല്ലെങ്കിൽ വലിയ ആളാണെന്ന് നമ്മളൊരു പക്ഷേ ഇങ്ങനെ എടുത്തു പറഞ്ഞേനെ, ഉയർത്തി പറഞ്ഞേനെ. പക്ഷെ ദാവീദ് ഇവിടെ നാവിനെ അടക്കി എന്നുള്ളതാണ്. സിംഹങ്ങളുടെ ആ ഗുഹയിൽ അവിടെ കാട്ടിൽ ചെന്ന് പെട്ടപ്പോഴും ഇവിടെ ദാവീദ് ദൈവത്തോട് സംസാരിച്ചു എന്നുള്ളതാണ്. നമുക്കും തന്നിരിക്കുന്ന നാക്കുകൾ ആരോട് സംസാരിക്കാനാണ്? ദൈവത്തോട് സംസാരിക്കാനാണ്. മനുഷ്യരോട് സംസാരിക്കുന്നതിനേക്കാൾ നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്നത് മനുഷ്യരോട് സംസാരിക്കാനാണ്. മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ഉള്ളങ്ങൾ കലങ്ങിപ്പോകും, മനസ്സ് തകർന്നു പോകും. ദൈവത്തോട് സംസാരിക്കുമ്പോൾ മനസ്സിനെ പിടിച്ചു നിർത്തും. ദൈവം അവിടുന്ന് നമുക്ക് ഉറപ്പായിരിക്കുന്ന ഒരനുഭവം തരും. ഇവിടെ നാവിനെ കടിഞ്ഞാണിടുന്നതായ ഒരനുഭവം എനിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. നോമ്പ് കാലങ്ങളിൽ നാവിനെ കടിഞ്ഞാണിടുക മാത്രമല്ല, മറ്റുള്ള കാലങ്ങളിലും നോമ്പുകളാണ് എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ദാവീദ് എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷിച്ചത്, മനസ്സിന്റെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത്, ഹൃദയത്തിൻ്റെതായ ആ നുറുങ്ങിയ ഹൃദയത്തിൽ നിന്നൊക്കെ അവന് രക്ഷിച്ചത് എന്താണെന്നറിയാമോ? അവൻ്റെ മിതമായിരിക്കുന്ന സംസാരം, ദൈവത്തോടുള്ള സംസാരമാണ്. ധ്യാനം ഒരു വലിയ ശക്തിയാണ്. നിശബ്ദത ഒരു വലിയ ശക്തിയാണ്. കുടുംബജീവിതത്തിൻ്റെതായ വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ നിശബ്ദതയാണ്. രണ്ട് കൈയും കൂട്ടിയടിച്ചാൽ ശബ്ദം കേട്ടു. നിശബ്ദത പാലിക്കുമെങ്കിൽ കുടുംബജീവിതം ഭദ്രമാകുമെന്നുള്ളതാണ്. നിശബ്ദതയ്ക്ക് വലിയ ശക്തിയുണ്ട്. നാടൻ രീതിയിൽ ഓർക്കുക, ഇവിടേക്ക് തിരുവല്ലായിലോ മാന്നാറിലോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വല്യമ്മച്ചിമാരും ഒക്കെയും 18 കോഴിമുട്ടകൾ എടുത്ത് കോഴി അടവെക്കുന്നതായ ഒരു സംഭവം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. കൊല്ലത്തൊക്കെ കുണ്ട്രയൊക്കെ പറയും, ഞാൻ കുണ്ട്രക്കാരനാ. അപ്പോൾ കുണ്ട്രയൊക്കെ പറയുന്നത് കോഴി അടവെക്കുക എന്നുള്ളതാണ്. 18 മുട്ടകൾ എടുത്ത് അത് കോഴിയെ, ഒരു അടയുള്ള കോഴിയെ പിടിച്ച് അതിനകത്ത് ഇരുത്താൻ തക്കവണ്ണം കുറച്ച് ഉമ്മിയൊക്കെ ഇട്ട്, കുറച്ച് കരിയൊക്കെ ഇട്ട്, മുട്ടയിൽ കുരിശാകൃതിയിൽ ഒരു വരയൊക്കെ വരച്ച്, ആണിയിട്ട്, കുറച്ച് അരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട്, ഇത് ഞാൻ കാണുന്നതാണ്. ഇപ്പോഴെനിക്കില്ല, ഇപ്പോഴെനിക്കറിയില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. എന്നാൽ പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് ഒരു അടയുള്ള കോഴിയെ പിടിച്ച് ഈ 16 മുട്ടയുടെ മുകളിലായിട്ട് ഇരുത്തും. ഈ കോഴിക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ 21 ദിവസം ഇരുന്നെങ്കിൽ മാത്രമേ മുട്ട വിരിയത്തുള്ളൂ. ഈ 21 ദിവസവും കോഴി ശബ്ദിച്ചുകൊണ്ടല്ലിരിക്കുന്നത്, വളരെ നിശബ്ദമായി തന്നെ ഇരിക്കുന്ന ഒരു അനുഭവമാണ്. 20 ദിവസം കഴിഞ്ഞു നമ്മൾ കോഴിയെ ഇച്ചിരി കാലൊന്ന് നൂരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇറക്കി വിടുമ്പോൾ ഒരു 5 മിനിറ്റ് ശേഷം വീണ്ടും വന്ന് ആ കോഴി ആ പഴയ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. 21 ദിവസവും നിശബ്ദമായി ഇരുന്നു കൊണ്ട് 21ാമത്തെ ദിവസം ഈ നിശബ്ദതയുടെ അനുഭവത്തിൽ ഒരു വലിയ ശക്തി പുറപ്പെടുന്നു. 18 കോഴിക്കുഞ്ഞുങ്ങൾ ഇതാ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നതായ സംഭവങ്ങൾ.
ഇത് നിശബ്ദതയുടെ ശക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിശബ്ദതയുടെ ശക്തിയാണ് ഞാനിവിടെ പറഞ്ഞത്. നമ്മുടെ സഭയുടെ അനുഭവത്തിൽ, അതായത് നമ്മുടെ കിഴക്കൻ ഈസ്റ്റേൺ കൾച്ചറിൽ ധ്യാനത്തിന് വലിയ സ്ഥാനമാണ് നൽകുന്നത്. ഭാരത ഋഷിമാരും ധ്യാനത്തിന് ഭയങ്കരമായിരിക്കുന്നതായ ശക്തിയാണ് കിട്ടുന്നത്. അല്പസമയം നമ്മൾ നിശബ്ദമായി ഇരുന്ന് നോക്ക്, നമ്മുടെ മനസ്സിനെ ശക്തീകരിക്കാൻ സാധിക്കും. ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാതെ അല്പസമയം അവിടെ ഇരുന്നു കൊണ്ട് നിശബ്ദമായി ധ്യാനിക്കുന്നുവെങ്കിൽ നിന്റെ മനസ്സിന് ശക്തി കിട്ടും. 5 മിനിറ്റ് മെഡിറ്റേഷൻ നടത്തുന്നുവെങ്കിൽ, യോഗ ക്ലാസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിശബ്ദമായിരുന്നു കൊണ്ട് ദൈവത്തെ കാണുന്ന അനുഭവമാണ്. ആ നിശബ്ദമായി കാണുമ്പോൾ ഒത്തിരി ശക്തി ലഭിക്കും. ജീവിക്കുവാൻ, മനസ്സിനെ ശക്തീകരിക്കുവാൻ ഒരേ ഒരു മാർഗം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിശബ്ദമായിട്ട് ദിവസവും കാലത്തും വൈകിട്ടും ഒരു 10 മിനിറ്റ് ചെലവഴിക്കുക. ശബ്ദിച്ചുകൊണ്ടാകരുത്, കൈയൊടിച്ചുകൊണ്ടാകരുത്, എഴുന്നേറ്റ് തുള്ളിക്കൊണ്ടാകരുത്. പിന്നെയോ നിശബ്ദമാനെന്നുകൊണ്ടൊന്ന് ചെലവഴിച്ചു നോക്കെ. പ്രയാസങ്ങളുടെയും ഭാരങ്ങളുടെ നടുവിൽ എന്നെ പിടിച്ചു നിർത്തുന്നതും ഏതൊരു കാര്യങ്ങളെ സംബന്ധിച്ചും അതിനെ ഒരു പോംവഴി കാണുവാൻ നോക്കണം എന്നെ ഒരുക്കുന്നതും എന്താണോ ചോദിച്ചാൽ എൻ്റെ നിശബ്ദതയാണ്. ഇവിടെ ദാവീദ് ഇവിടെ നിശബ്ദത പാലിച്ചപ്പോൾ എന്താ, ദൈവവുമായിട്ടുള്ള ബന്ധം ഇവിടെ സ്ഥാപിച്ചു. മനുഷ്യനുമായിട്ടുള്ളതായ എല്ലാ ബന്ധങ്ങളും ഇവിടെ കട്ട് ചെയ്തു. ഇവിടെ ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. എന്നാൽ ഇന്നത്തെ ലോകത്ത് നമ്മൾ ഓർക്കുക, മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം അത് മനുഷ്യനല്ല. മനുഷ്യനുമായിട്ടുള്ളൊരു ബന്ധം വേണം, ആവശ്യത്തിന് വേണം, എല്ലാവരുമായിട്ടുള്ള സഹവാസം വേണം. പക്ഷേ ദൈവവുമായിട്ടുള്ള കൂടുതൽ ബന്ധം 60-70% ദൈവത്തിന് കൊടുക്കുവാനും 30% മനുഷ്യന് കൊടുക്കുവാൻ നമുക്കിടയായി തീരണം. അതായിരിക്കണം ദൈവികമായിരിക്കുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇവിടെ നിശബ്ദതയോടെ ദാവീദ് ആയിത്തീർന്നപ്പോൾ ദാവീദിനെ സകല ഘട്ടങ്ങളിൽ നിന്നും യഹോവ അവനെ വിടുവിച്ചു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ ദാവീദ് രാജാവിനെ തൻ്റെതായ മനം തകർന്ന അവസ്ഥയിൽ, ഹൃദയം തകർന്ന അവസ്ഥയിൽ രക്ഷിച്ചത് 2 കാര്യങ്ങൾ ഞാനിവിടെ പറയുകയുണ്ടായി. ഒന്ന്, അവൻ ഉയരത്തിലേക്ക് നോക്കി, അവയെങ്കിലേക്ക് നോക്കി. 2, തൻ്റെ വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും തൻ്റെതായ നാവിനെയും ക്രമീകരിച്ചു. നിശബ്ദതയുടെ അനുഭവം ദാവീദിന്റെ തകർന്ന ഹൃദയത്തിൽ നിന്നും രക്ഷിച്ചു എന്നുള്ളത് കാണുന്നുണ്ട്. വീണ്ടും ഈ തകർന്ന ഹൃദയത്തിൽ നിന്നും, ഭാരത്തിൽ നിന്നും, വേദനയിൽ നിന്നും ദാവീദിനെ രക്ഷിച്ച് മറ്റൊരു കാര്യം കൂടിയാണ്. പ്രതികാരത്തിന് സമയം കണ്ടെത്താതെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയ ദാവീദിനെ സകല കഷ്ടങ്ങളിൽ നിന്നും, തകർന്ന ഹൃദയത്തിൽ നിന്നും, വേദനയിൽ നിന്നും ദാവീദിനെ വിടുവിച്ചു എന്നുള്ളതാണ്. ഇത് ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് ഇപ്പോൾ എവിടെയാണ് ചെന്നുപെട്ടിരിക്കുന്നത്? എവിടം വരെ എത്തി? കൊടുങ്കാട്ടിൽ വരെ എത്തി. ശൗലിന്റെ അടുക്കൽ നിന്നും ഓടി രക്ഷപ്പെട്ട്, ഞാൻ ആ ചരിത്രം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് വരുവാണ്. ശൗൽ രാജാവിന്റെ അടുക്കൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ആക്കീഷ് രാജാവിന്റെ ഗോലിയാത്തിന്റെ പ്രദേശത്തെത്തി. ഗോലിയാത്തിന്റെ രാജാവ് ഇവൻ ഭ്രാന്തനായി കണ്ടുകൊണ്ട് കൊടുങ്കാട്ടിലേക്ക് ഇവനെ കൊണ്ടാക്കി. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുന്നതായ കൊടുങ്കാട്ടിൽ കൊണ്ടാക്കി. അവിടുന്നും ദൈവം രക്ഷിച്ച്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഒരു ഗുഹയിൽ ചെന്ന് പാർക്കുകയാണ്. ശൗൽ ഫെലിസ്ത്യരെ ഓടിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ദാവീദ് ഏൻ ഗതി മരുഭൂമിയിൽ ഉണ്ടെന്ന് അവൻ അറിവ് കിട്ടി. ഇവിടെ ഓർക്കണം, ഈ ശൗൽ ആരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്? ദാവീദിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൊല്ലുവാൻ വട്ടം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫെലിസ്ത്യരെ ഓടിച്ചു കളഞ്ഞിട്ട്, ഗോലിയാത്തിനെ കൊന്നു കഴിഞ്ഞാൽ ഫെലിസ്ത്യരെ പെട്ടെന്ന് ഓടിക്കാം. അതുകൊണ്ട് ഈ ഫെലിസ്ത്യരെ ഓടിച്ചിട്ട് തിരികെ വന്നപ്പോൾ ദാവീദ് ഇന്ന ഗുഹയിലുണ്ട് എന്ന് ഈ ശൗലിന് പിടികിട്ടി. 3000-ഓളം പ്രത്യേകം തെരഞ്ഞെടുത്ത ഉള്ളവരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവന്റെ ആളുകളെയും തിരയുവാൻ കാട്ടാട്ടിൻ പാറകളിൽ ചെന്നു. അവൻ വഴിയരികെയുള്ള ആട്ടിൻ തൊഴുത്തില്ലെങ്കിൽ എത്തി. അവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു. ശൗൽ കാൽമടക്കത്തിന് അതിൽ കടന്നു. എന്നാൽ ദാവീദ് അവന്റെ ആളുകളും
ഗുഹയുടെ ഉള്ളിൽ പാർത്തിരുന്നു. ദാവീദിന്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് പറഞ്ഞു. അവസാനമായിട്ട് പറയുകയാണ്, അവൻ പെതുക്കെ ദാവീദ് പെതുക്കെ ശൗലിന്റെ മേലങ്കി പിടിച്ചെടുത്തിട്ട് അതിന്റെ ഒരു അറ്റം കീറിക്കൊണ്ട് മറ്റുള്ള 3000-ഓളം വെറുതെ ആ ഭടന്മാരോട് പറഞ്ഞു, ഞാൻ ശൗലിനെ പിടിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾ അടുത്തു പോകരുത്. അത്രത്തോളം ആൾബലം ആടെ കയ്യിലില്ല, ദാവീദിന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഒരു ബുദ്ധി കാണിച്ചെന്ന് മാത്രമാണ്. അങ്കി മുറിച്ചെടുത്തിട്ട് വീശി കാണിച്ചു കൊടുത്തു, ഇതാ ഇനി എൻ്റെ അടുക്കിലേക്ക് വരരുത്. അപ്പോൾ ദാവീദ് ഈ സമയം കൊണ്ട് ശൗലിനോട് സംസാരിക്കുന്ന ചില കാര്യങ്ങളാണ് താഴോട്ട് പറയുന്നത്. ഇതാ ഇന്ന് എന്നെ ദൈവം എൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്കിഷ്ടം പോലെ നിന്നെ കൊന്നുകളയാം. ആരെ പറയുന്നു? ദാവീദ് ശൗലിനോട് പറയുകയാണ്. പക്ഷെ ഇവിടെ ദാവീദ് പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കേ. ദാവീദിന്റെ മനസാക്ഷി കുത്തിത്തുടങ്ങി. അവൻ തൻ്റെ ആളുകളോട്, യഹോവയുടെ അഭിഷക്തനായ ശൗലിനെ ഒന്നും ചെയ്യരുത്, എൻ്റെ യജമാന്റെ നേരെ കൈയെടുക്കുന്നതായി ഈ ഒരു കാര്യവും ചെയ്യുവാൻ ഒരുങ്ങരുത് എന്ന് ആര് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്? ദാവീദ് തൻ്റെ ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വീണ്ടും ദാവീദ് പറയുന്നുണ്ട്, യഹോവ ഇന്ന് ഗുഹയിൽ വെച്ച് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നിന്റെ കണ്ണാലെ കാണുന്നുവല്ലോ. നിന്നെ കൊല്ലുവാൻ ചില പറഞ്ഞുവെങ്കിലും ഞാൻ ചെയ്യുകയില്ല, എൻ്റെ യജമാന്റെ നേരെ ഞാൻ കൈയെടുക്കുകയില്ല, അവൻ യഹോവയുടെ അഭിഷക്തനല്ലോ. ഇനി ദാവീദ് താഴോട്ട് പറയുന്നുണ്ട്, യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ, യഹോവ എനിക്ക് വേണ്ടി നിന്നോട് പ്രതികാരം ചെയ്യട്ടെ. ഇവിടെ എന്താണ് പറഞ്ഞു വന്നതിന്റെ സാരമെന്നറിയാമോ? പ്രതികാരത്തിന് സമയം കണ്ടെത്താതെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താണ്? യഹോവ നിനക്ക് പ്രതികാരം ചെയ്യട്ടെ എന്നുള്ളതാണ്. പ്രതികാരം ആർക്കുള്ളതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, യഹോവയ്ക്ക് ഉള്ളതാണ്. അപ്പോൾ ഈ പ്രതികാരം യഹോവയ്ക്കുള്ളതെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ദാവീദ് പറയുന്നുണ്ട്. ഇവിടെ ദാവീദ് 3 നേരം പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. 34-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യത്തിലും 15-ാമത്തെ വാക്യത്തിലും 17-ാമത്തെ വാക്യത്തിലും നിലവിളിച്ചു പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് കാണുന്നത്. 34-ാം സങ്കീർത്തനത്തിൽ തന്നെ കാണുന്നുണ്ട്. അതിന്റെ 5-ഉം 15-ഉം 17-ഉം വാക്യത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. നിലവിളിക്കുമ്പോൾ യഹോവ നമ്മുടെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? നിനവേരുടെ നിലവിളി കേട്ട് യഹോവ അവർക്ക് ഉത്തരമരുളി എന്നുള്ളതും കാണുന്നുണ്ട്. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, 119-ാം സങ്കീർത്തനം 164-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, ഞാൻ 7 പ്രാവശ്യം യഹോവയോട് നിലവിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പ്രതികാരത്തിന് സമയം കണ്ടെത്താതെ പ്രാർത്ഥനയ്ക്ക് സമയം നമ്മൾ പലപ്പോഴും പ്രതികാരത്തിനല്ലേ സമയം കണ്ടെത്തുന്നത്? പ്രതികാരത്തിന് സമയം കണ്ടെത്തിയാൽ നമ്മൾ നശിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നശിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയാൽ നമ്മൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. ദാവീദിന്റെ ജീവിതത്തിലും പ്രതികാരത്തിന് സമയം കണ്ടെത്താതെ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം കണ്ടെത്തി. വീണ്ടും ദാവീദ് പറയുന്നുണ്ട്, ഞാൻ വൈകുന്നേരത്തും 55-ാം സങ്കീർത്തനത്തിലാണ് പറയുന്നത്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. എന്താണ് ഇവിടെ ദാവീദിനെ ഇവിടെ ഞാൻ ഓർപ്പിച്ചത്? 34-ാം സങ്കീർത്തനത്തിന്റെ 18-ാമത്തെ വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അവൻ മനസ്സ് തകർന്ന അനുഭവത്തിലായിരുന്നു ദാവീദ്, പ്രയാസങ്ങളായിരുന്നു. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, അവനെ രക്ഷിച്ചത് എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ്. 1, അവയെങ്കിലേക്ക് നോക്കി. 2, നാവിനെ കടിഞ്ഞാനിട്ട്. 3, പ്രതികാരത്തിന് സമയം കണ്ടെത്താതെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തി എന്നുള്ളതാണ്. നമ്മുടെ വിഷമിക്കുന്ന ഘട്ടങ്ങളുണ്ട്, ഭാരങ്ങൾ നിറഞ്ഞതായ അവസ്ഥകളുണ്ട്, കടഭാരങ്ങൾ നിറഞ്ഞതായ അവസ്ഥകളുണ്ട്, വേദനകൾ നിറഞ്ഞതായ അവസ്ഥകളുണ്ട്. ഓർക്കുക, നമുക്കൊന്നേ ഉള്ളൂ, എങ്കിൽ ദൈവത്തിങ്കിലേക്ക് നോക്കണം. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തി. ഇവിടെയാണ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തി. ഞാൻ എൻ്റെ കണ്ണുകൾ ദേവാലയത്തിലേക്ക് ഉയർത്തി. ഞാൻ എൻ്റെ കണ്ണുകൾ മദ്ബഹായിലേക്ക് ഉയർത്തി. ഞാൻ എൻ്റെ കണ്ണുകൾ തോണോസിലേക്ക് ഉയർത്തി. എൻ്റെ സഹായിക്കാൻ എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിലേക്ക് വരുന്നു. ഉയരങ്ങളിലേക്ക് നോക്കുക, അതിരത്തെ അടയ്ക്കുക. പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയാൽ
തീർച്ചയായിട്ടും നിന്റെ ഭാരം എന്തുമാകട്ടെ, നിന്റെ യഹോവ നിന്നെ താങ്ങിക്കൊള്ളും. പകൽ സൂര്യനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ. ഈ പുതുവർഷത്തിന്റെ 2-ാം ദിവസം ഒരു അനുഗ്രഹമായിരിക്കുന്ന അനുഭവത്തിൽ കടന്നു വന്ന്, ഈ അവധിയുടെ അനുഭവത്തിൽ കടന്നു വന്ന് നിങ്ങൾ ഈ സമയം ചെലവഴിച്ചത് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും കൃപകളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതമെന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനേ വന്ന്, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ വന്ന്, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. ദൈവമേ, അവിടുത്തെ ജീവനും ശക്തിയും ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, ദാവീദിൻ്റെതായ അനുഭവത്തിൽ ഞങ്ങൾ കേട്ടതായ പ്രതിസന്ധികളും ഭാരങ്ങളും ജീവിതത്തിൽ നീങ്ങിക്കിട്ടിയത് നിന്നിലേക്ക് നോക്കി വാക്കുകളെ ക്രമീകരിച്ച് നാവിനെ അടക്കി ദൈവമേ പ്രാർത്ഥനയോടെ നിന്റെ സന്നിധിയിലേക്കായിത്തീർന്ന്, പ്രതികാരത്തിൻ്റെ അനുഭവത്തിലല്ല പ്രാർത്ഥനയിലൂടെ നിന്നായിത്തീർന്ന ദാവീദിന് അവൻ്റെ മനസ്സിന് നീ ശക്തി കൊടുത്തതുപോലെ തകർന്നിരിക്കുന്ന, നുറുങ്ങിയിരിക്കുന്ന, ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിന്റെ മക്കളുടെ മേൽ അവിടുത്തെ കരുണ വർഷിച്ച് സ്വസ്ഥതയും സമാധാനവും സൗഖ്യവും ദൈവ അനുഗ്രഹങ്ങളും നൽകണമേ. കർത്താവേ, ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ച് നിന്റെ മക്കളുടെ മേൽ അവിടുത്തെ കരുണ വർഷിക്കണമേ, വർഷിക്കണമേ, വർഷിക്കണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് 3 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. അതൊരു വലിയ പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് ഞാൻ ആദ്യം ചൊല്ലും, അതിനുശേഷം നിങ്ങൾ ചൊല്ലുവാനും അത് ചൊല്ലി പ്രാർത്ഥന അവസാനിപ്പിക്കാൻ തക്കോടെയായി തീരാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. അനുഗ്രഹിക്കണമേ. വരാൻ സാധിക്കാതെ പോയവരെയും സംരക്ഷിച്ചു ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഈ ദേശത്തോട് കണ്ടവരണമേ, ലോകത്തോട് കണ്ടവരണമേ, ഞങ്ങളുടെ ദേശത്തോട് കണ്ടവരണമേ. ദൈവമേ, ഞങ്ങൾ വസിക്കുന്ന ഭവനങ്ങളോട് കണ്ടവരണമേ, ഞങ്ങളായിരിക്കുന്ന സമൂഹങ്ങളോട് കണ്ടവരണമേ. നന്മകൾ നിറയ്ക്കണമേ, സമാധാന സ്വസ്ഥത നൽകണമേ, ഈ വർഷം അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവമേ, ഈ